വയനാട്ടിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം 7 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നൽകിയിരുന്നു എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത്. എന്താ എന്റെ ഉദ്ദേശം? അതായത് ജൂലൈ 23 തന്നെ അതുമായി ബന്ധപ്പെട്ട ഇയർലി വാർണിംഗ്സ്, ആദ്യത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനുശേഷം തുടർന്നുള്ള ദിവസങ്ങളിലും അത് നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് കേന്ദ്രത്തിൽ നിന്നുള്ള ദുരന്ത നിവാരണ സേനയെ ഇങ്ങോട്ട് അയച്ചിരുന്നു. നിങ്ങൾ അതിര് കിടക്കുന്നു. തന്നെയുമല്ല, ഇങ്ങനെ ഒരു വാർണിംഗ് ഇവിടെ കിട്ടിയതിനു ശേഷം ആൾക്കാരെ ആ സ്ഥലത്ത് നിന്ന് മാറ്റി മറ്റെവിടെയെങ്കിലും പാർപ്പിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ രീതിയിലുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നും, അങ്ങനെ ഒരു ശ്രമം ആത്മാർത്ഥമായിട്ട് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയധികം ജീവനാശം അവിടെ ഉണ്ടാകുമോ എന്നുമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഇത് തീർച്ചയായിട്ടും മറുപടി അർഹിക്കുന്ന ചോദ്യങ്ങളാണ്. കാരണം ഇതിനെ ഒന്നും തന്നെ ദുരന്ത സമയത്ത് രാഷ്ട്രീയം പറയരുത് എന്നുള്ള പതിവ് ക്യാപ്സൂൾ കൊണ്ട് നിർവീര്യമാക്കാൻ കഴിയുന്നതല്ല. മിസ്റ്റർ ഭരണകക്ഷിയാണ്, നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും. അതിന് 4 കാരണങ്ങളെങ്കിലുമുണ്ട്. ഒന്ന്, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു റാൻഡം പൊളിറ്റീഷ്യൻ അല്ല, നേരെ മറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ്. അപ്പൊ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെപ്പറ്റി അദ്ദേഹത്തിന് ഉത്തമ ബോധ്യം അദ്ദേഹത്തിന് എന്തായാലും ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പൊളിറ്റിക്കൽ മൈതാന പ്രസംഗത്തിന്റെ വേദിയിലല്ല, നേരെ മറിച്ച് ഇത് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റിലാണ്. അപ്പോൾ പാർലമെന്റിൽ പറയപ്പെടുന്ന ഏതൊരു പ്രസ്താവനയ്ക്കും എത്രത്തോളം ഗൗരവമുണ്ട് എന്നതിനെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മറുപടി അർഹിക്കുന്ന ചോദ്യങ്ങളാണ് അദ്ദേഹം ഉയർത്തുന്നത്. സംസ്ഥാന സർക്കാരിനെ വയനാട്ടിലെ ദുരന്തമുണ്ടാകുന്നതിനെപ്പറ്റി 7 ദിവസങ്ങൾക്ക് മുൻപേ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടും അവിടെ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകാത്തത് കൊണ്ടാണ് അവിടെ വലിയ രീതിയിലുള്ള ജീവനാശം ഉണ്ടായത്. അതുകൊണ്ട് ഈ 4 കാരണങ്ങളാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ പറഞ്ഞിരിക്കുന്ന ആ ഓരോ ചോദ്യത്തിനും കൃത്യമായ രീതിയിലുള്ള മറുപടി നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള അതിന്റെ തലവനായിട്ടുള്ള മുഖ്യമന്ത്രി തന്നെ നൽകേണ്ടതാണ്. വളരെ കൃത്യമായ രീതിയിലുള്ള മറുപടി നൽകണം. തന്നെയുമല്ല, ശ്രീ അമിത്ഷാ എന്തൊക്കെ കാര്യങ്ങൾ ഉദ്ധരിച്ച് ഏതൊക്കെ തീയതികളെ കോട്ട് ചെയ്തുകൊണ്ടാണോ ഇത് പറഞ്ഞിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷനുകൾ എന്തൊക്കെയായിരുന്നു, ആ കമ്മ്യൂണിക്കേഷൻ കിട്ടിയതിനു ശേഷം ജില്ലാ ഭരണകൂടം വഴിയാണെങ്കിലും സംസ്ഥാന സർക്കാർ നേരിട്ടാണെങ്കിലും എന്തൊക്കെ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ എടുത്തു എന്നതിനെപ്പറ്റി മുഖ്യമന്ത്രി വിശദീകരിക്കണം. അതുമായിട്ട് എനിക്ക് കിട്ടുന്നു വെച്ചതാണല്ലോ. ഈ ഒരു ദുരന്തത്തിൽ ഉണ്ടായിരിക്കുന്ന ആൾനാശത്തിനെ പരിമിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടെങ്കിലും സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്തത് എന്ന് വിശദീകരിക്കണം മുഖ്യമന്ത്രി. ഒന്നും നടക്കാൻ പോകുന്നില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ലാത്തതിനാലും മുഖ്യമന്ത്രി തന്നെ ഇതിന് ഓരോ പോയിന്റിലും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടുള്ള ഒരു റിബട്ടൽ നൽകേണ്ടതാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ.